ക്യാമ്പ് നൗവിലെ ദീർഘമേറിയ ആ 90 മിനിറ്റും കഴിയുന്നു. പച്ചപ്പട്ടിന് മീതെ ആ 10 നമ്പറുകാരൻ നിരാശയാൽ മുഖം താഴ്ത്തി ഇരിക്കുകയാണ്. എല്ലാം നൽകി ഒന്നും നേടാതെ പോയവനെ പോലെ. സിമിയോണി പാകിയ പ്രതിരോധത്തെ പലതവണ ഭേദിച്ചതായിരുന്നു. പക്ഷേ വിധി അയാൾക്ക് കൂട്ടുനിന്നില്ലായിരുന്നു. റാഫിനിയുടെ അഭാവവും ബാർസക്ക് വിനയായി. സ്വന്തം തട്ടകത്തിൽ മാഡ്രിഡിനോട് 2 ഗോളുകൾ കടിയറവ് പറഞ്ഞാണ് കാറ്റാലന്മാർ കളം വിട്ടത്. ഇനി പ്രതീക്ഷകളെല്ലാം മെട്രോപൊളിറ്റാനോയിലാണ്. 2006 ഫെബ്രുവരിക്ക് ശേഷം ഒരിക്കൽ പോലും ക്യാമ്പ് നൗവിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന ദുഷ്പേര് മാറ്റിക്കുറിച്ചാണ് ഡീഗോ സിമിയോണിയുടെ സംഘം മടങ്ങുന്നത്. ഈ സീസണിൽ 3 തവണ ഏറ്റുമുട്ടിയത് കൊണ്ട് തന്നെ അതിന്റെ മട്ടും ഭാവവും ആദ്യ പകുതിയിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇരു ടീമുകൾക്കും ക്യാമ്പ് നൗവിന്റെ മുക്കും മൂലയും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ തന്ത്രത്തിനുമേൽ മറുതന്ത്രം പണിത് ആദ്യ പകുതി തന്നെ ആവേശക്കടലാക്കി. തുടക്കം ബാർസയുടെ ആധിപത്യത്തിന്റെ വിളഭൂമിയായിരുന്നു. ഹാൻസി ഫ്ലിക്കിന്റെ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബ്ലോഗരാന താരങ്ങൾ പന്തിന്മേൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. പിച്ചിലെമ്പാടും ഉയർന്ന പ്രസ്സിങ്ങും കൃത്യമായ പാസിങ്ങുകളുമായി അവർ അത്ലറ്റിക്കോയെ വരിഞ്ഞുമുറുക്കി മത്സരത്തിന്റെ ആദ്യത്തിൽ തന്നെ റാഷ്ഫോർഡിലൂടെ ബാർസ ലീഡ് ഉയർത്തേണ്ടതായിരുന്നു. മാർക്കസ് റാഷ്ഫോർഡ് തന്നെയായിരുന്നു തുടക്കത്തിൽ ബാർസയുടെ കുന്തമുന. അത്ലറ്റിക്കോ പ്രതിരോധത്തിന്റെ വിടവുകളിലൂടെ തുളച്ചുകയറിയ റാഷ്ഫോർഡ് പലതവണ ഗോളിനടുത്തെത്തി. എന്നാൽ അത്ലറ്റിക്കോയുടെ ഗോൾ വലക്ക് മുമ്പിൽ ജുവാൻ മുസ്സോയെ കടന്ന് പന്ത് വലയിലെത്തിക്കാൻ അയാൾക്ക് സാധിച്ചില്ലായിരുന്നു. ക്ലോക്കിൽ 31 മിനിറ്റ് തികയുകയാണ്. ഇരു ടീമുകളും ജയത്തിനായി സർവ്വതും നൽകി പോരാടുകയാണ്. അത്ലറ്റിക്കോ താരങ്ങളിൽ ഭയം വിതച്ച് പെഡ്രിയുടെ പാസ് എമാലിനെ തേടിയെത്തുന്നു. അയാളത് റാഷ്ഫോർഡിലേക്ക് വെച്ച് നീട്ടുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പടയോട്ടക്കാരൻ തന്റെ സ്ട്രൈക്ക് തെളിയിച്ചു. എന്നാൽ എമാലിന്റെ പൊസിഷൻ റഫറിയെ ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർത്താൻ വിധേയനാക്കി. കളിയുടെ 43-ാം മിനിറ്റ് സിമിയോണി ബാർസയുടെ ഗോൾ മുഖത്തേക്ക് കുതിച്ചു കയറുന്നു. പിന്നാലെ കുബാർസിയും. പൊടുന്നനെയാണ് ഒരു ട്രിപ്പിംഗ് അവിടെ ഉണ്ടാവുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളുടെ ചോദ്യമുയർന്നു. ഡെഗൌട്ട് രോഷാകുലമായി. റഫറി വാറിലേക്ക് നീങ്ങി. തിരിച്ചു വന്ന റഫറി കുബാർസിക്ക് യെല്ലോ കാർഡ് അപ്ഗ്രേഡ് ചെയ്ത് റെഡ് കാർഡാണ് വിധിച്ചത്. അതോടെ തന്നെ കാര്യങ്ങളിൽ ഏറെക്കുറെ തീരുമാനമായതാണ്. വേലി തന്ന വിളവ് തിന്നുക എന്ന വാക്യം പോൽ പ്രതിരോധം തീർത്ത കുബാർസി പുറത്തായത് ബാർസയെ സമ്മർദ്ദത്തിലാക്കി. 25 യാർഡ് അകലിൽ നിന്ന് കിക്കെടുക്കാൻ ജൂലിയൻ അൽവാരസ് സജ്ജമാകുന്നു. ഭിത്തി തീർത്ത് ബാർസലോണ താരങ്ങളും. എന്നാൽ ക്യാമ്പ് നൗവിനെ നിശബ്ദമാക്കി ആ ഫ്രീ കിക്ക് വാളും കടന്ന് പന്ത് വല തുളക്കുന്നു. ഗാർഷിയക്ക് പന്തിനെ തൊടാൻ പോലും സാധിക്കുന്നില്ല. മൈതാന മധ്യത്തിൽ നിന്ന് എമാൽ തന്റെ പുറം കാലുകൊണ്ട് റാഷ്ഫോർഡിന് പാകത്തിൽ ഒരു നീളം പാസ് നൽകുന്നുണ്ട്. അത് പിടിച്ചെടുത്ത് ഷോട്ട് ഉതിർത്തെങ്കിലും പന്ത് വെളിയിലേക്കായിരുന്നു. അത്ലറ്റിക്കോക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ എമാലിനെ വീഴ്ത്തിയതിനെ തുടർന്ന് ബാർസയ്ക്ക് ഫ്രീ കിക്ക് ലഭിക്കുന്നു. എന്നാൽ കിക്കെടുത്ത റാഷ്ഫോർഡിന്റെ ഉന്നം ചെറുതായൊന്ന് പിഴച്ചു. ഒറിസോണ്ടലിൽ തട്ടിത്തെറിച്ച് പന്ത് വീണ്ടും വെളിയിലേക്ക്. പിന്നാലെ പ്രതീക്ഷകൾ നൽകി എമാലിന്റെ കോർണർ കിക്ക് എത്തിയതാണ്. ഗാവിയെ ലക്ഷ്യമാക്കി നിയർ പോസ്റ്റിലേക്ക്. പൊടുന്നനെ ഗാവിയുടെ ഒരു ഫ്ലിക്കോൺ. അത് നേരെ ഫാർ പോസ്റ്റിലേക്ക് ഓൾമോയിലേക്ക്. പക്ഷേ ബാർസ താരത്തിന് പന്തിലേക്ക് കൃത്യസമയത്തെത്താൻ സാധിച്ചില്ലായിരുന്നു. ഒരു സുവർണ അവസരം അവിടെ നഷ്ടമാകുന്നു. മത്സരത്തിൽ റഫറിയുടെ ചില തീരുമാനങ്ങൾ ബാർസ ആരാധകരെ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത്ലറ്റിക്കോ ക്യാപ്റ്റൻ കോക്ക് നടത്തിയ ആവർത്തിച്ചുള്ള ഫൗളുകൾക്ക് ഒരു മഞ്ഞ കാർഡ് മാത്രമാണ് അയാൾക്ക് ലഭിച്ചത്. ഇടവേളയിൽ ഹാൻസി ഫ്ലിക്ക് ചില മാറ്റങ്ങൾ വരുത്തി. യെല്ലോ കാർഡ് ലഭിച്ചിരുന്ന പെഡ്രിയെയും ഫോമൌട്ടായ ലെവൻഡോസ്കിയെയും പിൻവലിച്ച് ഗാവിയെയും ഫെർമിൻ ലോപ്പസിനെയും കളത്തിലിറക്കി. എന്നിരുന്നാലും പിടിച്ചു നിൽക്കാൻ ബാർസക്ക് സാധിച്ചില്ല. അത്ലറ്റിക്കോ പരിശീലകൻ ഡീഗോ സിമിയോണി തന്റെ തന്ത്രങ്ങൾ ഓരോന്നായി പയറ്റിക്കൊണ്ടേയിരുന്നു. ബാർസയുടെ ആക്രമണങ്ങളെ തടയുന്നതിനോടൊപ്പം പ്രത്യാക്രമണങ്ങളിലൂടെ അവരെ പരീക്ഷിക്കാനും അദ്ദേഹം തന്റെ താരങ്ങൾക്ക് നിർദ്ദേശം നൽകി. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒന്നിൽ നിർത്തിയില്ല. റുഗേരി ഇടതുവശത്ത് നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകുന്നു. പന്ത് കൃത്യമായി സൊർലോത്തിലേക്ക്. ഒരു പിഴവും കൂടാതെ ആദ്യ ശ്രമത്തിൽ തന്നെ സൊർലോത്ത് അത് വലയിലെത്തിക്കുന്നു. ക്യാമ്പ് നൗവിന്റെ മണ്ണിൽ ഫ്ലിക്കിന്റെ ബാർസക്ക് നിർഭാഗ്യമെന്നോണം നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. രണ്ടാം പാദത്തിൽ പ്രതീക്ഷ നിലനിർത്താൻ ഒരു ഗോളെങ്കിലും ബാർസലോണക്ക് അനിവാര്യമായിരുന്നു. എന്നാൽ അത്ലറ്റിക്കോയുടെ പ്രതിരോധ കോട്ട ഭേദിക്കാൻ അവർക്ക് സാധിച്ചില്ല. പ്രതിരോധം തീർത്ത 6 അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളെ കബളിപ്പിച്ച് ഗോൾമുഖത്തേക്ക് പാഞ്ഞു കയറിയ ലാമിൻ യമാൽ. ഒടുക്കം പന്തയാൾക്ക് പിടികൊടുക്കാതെ മുസ്സോയുടെ കരങ്ങളിലേക്ക്. ഒടുക്കം റഫറിയുടെ അന്തിമ കാഹളവും മുഴങ്ങി.
വിശ്വസിക്കാനാവാത്ത മട്ടിൽ ഇരിക്കുന്ന എമാലിനെ കാണാം. തീർത്തും സങ്കടകരമായ ഒരു ചിത്രമാണിത്. 15 ഷോട്ടുകളാണ് ബാർസലോണ ടേക്ക് ചെയ്തത്. അതിൽ 8 ടാർഗറ്റിലേക്കായിരുന്നു. 8 അടി അടിച്ചിട്ടും ഗോൾ വല തുളക്കാൻ സാധിച്ചിരുന്നില്ല. തൊട്ടതെല്ലാം പിഴച്ചൊരു രാത്രിയായിരുന്നു. വിധിയുടെ വിളയോട്ടത്തിന് മേൽ തകർന്ന ഒരു രാത്രി. കണ്ണുകളെല്ലാം ഇനി മെട്രോ പൊളിറ്റാനോയിലേക്കാണ്. പൊളിറ്റാനോയിലിട്ട് അത്ലറ്റിക്കോയെ പൊളിക്കാൻ ഫ്ലിക്കിന്റെ പടയോട്ടക്കാർക്കാകുമോ? എന്തിരുന്നാലും കാത്തിരുന്ന് കാണാം.